എല്ലാവർക്കും നമസ്കാരം. എന്റെ ഒരു രാജ്. കേരള PSC നടത്തുന്ന മത്സര പരീക്ഷകളിലേക്ക് ചോദിക്കുന്ന ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗണിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചത് സംഖ്യാ സമ്പ്രദായങ്ങളും സംഖ്യകളെ പറ്റിയും വിവിധതരം സംഖ്യകളെ പറ്റിയാണ് പഠിപ്പിച്ചത്. അപ്പൊ നമ്മൾ ഒന്ന് റീകോൾ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിച്ചതെല്ലാം സംഖ്യാ സമ്പ്രദായങ്ങളിൽ ദശാംശ സംഖ്യ സമ്പ്രദായം പഠിച്ചു, പിന്നെ ബൈനറി സംഖ്യ സമ്പ്രദായം പഠിച്ചു, പിന്നീട് റോമൻ സംഖ്യ സമ്പ്രദായം പഠിച്ചു. അത് മൂന്നും ജനറൽ ആയിട്ട് PSC പരീക്ഷകൾക്ക് ആവർത്തിച്ച് കണ്ടിട്ടുള്ള സംഭവമാണ്. റോമൻ സംഖ്യ സമ്പ്രദായത്തെ പറ്റി DLED, DED, KTET, CTET, LPSC, UPSC മുതലുള്ള എക്സാമിൽ ചോദിക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് പരീക്ഷ വളരെ ഗുണം ചെയ്യുന്ന സംഭവമാണ്. പിന്നീട് പഠിച്ചത് സംഖ്യകളെ പറ്റിയാണ്. വിവിധതരം നമ്മൾ എണ്ണൽ സംഖ്യകള്, നിസർഗ സംഖ്യകള്, അഖണ്ഡ സംഖ്യകള്, പൂർണ്ണസംഖ്യകള്, ഫാജി സംഖ്യകള്, അഫാജി സംഖ്യകള്, ഇതൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ പിന്നീട് സ്ഥാനവിലയും മുഖവിലയും കൂടെ പഠിച്ചിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നമ്മൾ ഇന്ന് ചെയ്തു. അപ്പൊ ഇന്ന് ഫസ്റ്റ് തുടക്കത്തില് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന ഒരു ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഇന്നലെ തിയറി പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പെട്ടെന്ന് നമ്മൾ ഒരു 10-20 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ജനറൽ ആയിട്ടുള്ള. അതിനുശേഷം നമുക്ക് ഇന്ന് ക്രിയകളെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. ക്രിയകളുടെ പ്രധാനപ്പെട്ട സംഭവങ്ങളും ബോട്ട് മാസ്റ്ററുകളും അങ്ങനെയുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ട് ക്രിയകളിൽ അറിഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ. ക്രിയ എന്ന ഭാഗത്തിൽ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കുന്ന സംഭവമാണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ചോദ്യം നോക്കാം. നമ്മൾ ഇന്നലെ പഠിച്ച സംഭവമാണ് എണ്ണ സംഖ്യ, നിസർഗ സംഖ്യ, അഖണ്ഡ സംഖ്യ, അഫാജി സംഖ്യ, ഫാജി സംഖ്യ. അപ്പോ അവിടെ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യം നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം പറയാൻ ശ്രമിക്കുക. നോക്കി പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ സിമ്പിൾ ആണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഏറ്റവും ചെറിയ എണ്ണസംഖ്യ. എണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? 1 മുതൽ സാധാരണ നമ്മൾ എണ്ണുന്ന അല്ലെങ്കിൽ പറയുന്ന സംഖ്യകളല്ലേ. അപ്പൊ 1 ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. അപ്പൊ നിസർഗ സംഖ്യ ഏതാ? എണ്ണൽ സംഖ്യ തന്നെയല്ലേ നിസർഗ സംഖ്യ നമ്മൾ പഠിച്ചത്. അപ്പം എണ്ണൽ സംഖ്യ തന്നെയാണ് നിസർഗ സംഖ്യയും. അപ്പൊ ഏറ്റവും ചെറിയ നിസർഗ സംഖ്യയും 1 തന്നെയാണ്. പിന്നീട് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ നമ്മൾ ഇന്നലെ പഠിച്ചപ്പോ നോക്കിയ വാക്കാണ് അഖണ്ഡം. അഖണ്ഡ സംഖ്യ, അഖണ്ഡം 0. 0 എണ്ണൽ സംഖ്യകളുടെ കൂടെ അല്ലെങ്കിൽ നിസർഗ സംഖ്യകളുടെ കൂടെ 0 ചേർത്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അഖണ്ഡ സംഖ്യ എന്ന് പറയും. അങ്ങനെ വരുമ്പോഴത്തേക്കും 0 ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. ക്ലിയർ ആയല്ലോ? അടുത്തത് ഏറ്റവും ചെറിയ അഫാജി സംഖ്യ. 2 സംഖ്യകൾ മാത്രം ഘടകങ്ങളായിട്ട് സംഖ്യകളാണ് അഫാജി സംഖ്യകൾ. നമ്മൾ പഠിച്ചാണ് 2 സംഖ്യകൾ മാത്രം ഘടകങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് പറയും? അഫാജി സംഖ്യ. അപ്പം ഏറ്റവും ചെറിയ അഫാജി സംഖ്യ ഏതായിരിക്കും? 2. 2-ന് 1ഉം 2ഉം മാത്രമല്ലേ ഉള്ളൂ ഘടകങ്ങളായിട്ട് വരുന്നത്. 3-നാകുമ്പോഴത്തേക്കോ 1-നും 3ഉം വരുന്നുണ്ട്. പക്ഷെ എങ്കിലും 3-നെ കടിച്ചതായിട്ട് നമ്മൾ എന്ത് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. 3-നെ കടിച്ചതല്ലേ 2. അപ്പൊ 2 ഏറ്റവും ചെറിയ അഫാജ്യ സംഖ്യ. ഇനി ഏറ്റവും ചെറിയ ഫാജ്യ സംഖ്യ. ഫാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 2-ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യയാണ് ഫാജ്യ സംഖ്യ. 2-ൽ കൂടുതൽ ഘടകങ്ങളുള്ളത്. അപ്പം ഏറ്റവും ചെറിയ ഫാജ്യ സംഖ്യ ഏതാണ്? 4 ഏറ്റവും ചെറിയ ഫാജ്യ സംഖ്യ. 4 എന്തൊക്കെ ഉണ്ട്? 4-ന് 1ഉണ്ട്, 2ഉണ്ട്, 4ഉണ്ട് ഘടകമായിട്ട്. 1ഉണ്ട്, 2ഉണ്ട്, 4. ഇപ്പൊ 2-ൽ കൂടുതലല്ലേ? 2-ൽ കൂടുതലുണ്ട്. പിന്നെ നോക്കാം, ഫാജ്യമോ അഫാജ്യമോ അല്ലാത്ത സംഖ്യ. ഫാജ്യവും അല്ല അഫാജ്യവും അല്ലാത്ത സംഖ്യ ഏതാ? 1-നെ നമ്മൾ ഫാജ്യമായിട്ട് എടുത്തിട്ടില്ല, അഫാജ്യമായിട്ട് എടുത്തിട്ടില്ല. അപ്പോ മാത്രമല്ല നമ്മൾ പറഞ്ഞ പൊതുവായിട്ടുള്ള ഒരു രൂപം എന്താണ്? 2 വെച്ചിട്ടാണ് ബേസിക് പറയുന്നത്. 2-ൽ 2 2 ഘടകങ്ങൾ മാത്രമുള്ളത് അഫാജ്യ സംഖ്യയും 2-ൽ കൂടുതലുള്ളത് ഫാജ്യ സംഖ്യയും. അപ്പം 1 ഇത് 2-ലും പെടുന്നില്ല. അപ്പൊ ഫാജ്യമോ അഫാജ്യമോ അല്ലാത്ത സംഖ്യ ഏതാണ്? 1 ഫാജ്യമോ അഫാജ്യമോ അല്ലാത്ത സംഖ്യ. സിമ്പിൾ അല്ലേ? വളരെ പാടാണ്. നമ്മൾ ഇന്നലെ പഠിച്ച തിയറി മനസ്സിലാക്കിയ ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തോട്ട് പോവാം. അപ്പോ അടുത്ത ചോദ്യം നോക്കാം. നെഗറ്റീവോ പോസിറ്റീവോ അല്ലാത്ത സംഖ്യ. സംഖ്യകളിൽ നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ അല്ലാത്ത സംഖ്യ. നെഗറ്റീവ് സംഖ്യകളും പോസിറ്റീവ് സംഖ്യകളും വരുന്ന അവിടെയാണ് പൂർണ്ണ സംഖ്യകളിലാണ്. അപ്പൊ അവിടെ നെഗറ്റീവും പോസിറ്റീവും അല്ലാത്ത സംഖ്യകൾ എവിടെ മാത്രമാണ് വരുന്നത്? സിമ്പിൾ ആയിട്ട് അറിയാം, 0. 0-ൽ നെഗറ്റീവും ഇല്ല, പോസിറ്റീവും ഇല്ല. ഇനി ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യ. ഏറ്റവും വലിയ നെഗറ്റീവ് പൂർണ്ണസംഖ്യ. നമ്മൾ സാധാരണ സംഖ്യ എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും വലിയ സംഖ്യ 1 അല്ല. ഏറ്റവും വലിയ സംഖ്യ എന്താണ്? അനന്തമായിട്ടുള്ള സംഖ്യകളുണ്ട്, ഇഷ്ടംപോലെ സംഖ്യയുണ്ട്. അവസാനം വരെ ഇഷ്ടംപോലെ സംഖ്യ വരുമ്പം ഒരു 50ഉം 1 പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ സംഖ്യ ഇത് പറയും, 50 പറയും. കാരണം വലുതാണെന്ന് നമുക്കറിയാം. അതേ സമയത്ത് -50ഉം -1 പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് -1 ആണ്.
കാരണം പൂജ്യത്തോട് അടുക്കുന്നതനുസരിച്ച് നെഗറ്റീവ് സംഖ്യയുടെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും വലിയ നെഗറ്റീവ് സംഖ്യ -1. ഇനി ഒരേ ഒരു ഇരട്ട അഭാജ്യ സംഖ്യ നമ്മൾ നേരത്തെ പഠിച്ചു പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ഭാജ്യസംഖ്യമല്ല അഭാജ്യസംഖ്യമല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ടിലും 2 വരുന്നുണ്ടായിരുന്നു. അതായത് 2ന്റെ ഘടകങ്ങളായിട്ട് 1, 2 വരുന്നുണ്ട്. 4ന്റെ ഘടകങ്ങളായിട്ടും 1, 2, 4 വരുന്നുണ്ട്. 2ലും 1 വന്നു, 2 വന്നു. 1 എന്ന് പറയുന്നത് ഭാജ്യസംഖ്യമല്ല അഭാജ്യസംഖ്യമല്ല. അപ്പൊ ഒരേ ഒരു ഇരട്ട അഭാജ്യസംഖ്യ, അഭാജ്യസംഖ്യകളിൽ ആകെയുള്ള ഒരു ഇരട്ട സംഖ്യ ഏതാണ്? 2 ആണ്. ഓക്കെ. ഇനി 2 ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളിൽ ആകെയുള്ള ഒരു ഇരട്ട സംഖ്യ 2 മാത്രമാണ്. ബാക്കിയെല്ലാം ഒറ്റ സംഖ്യകളാണ് വരുന്നത്. ഓക്കെ. ഇനി തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയും ഗുണനഫലവും തുല്യമായാൽ സംഖ്യകൾ. തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ തുകയും ഗുണനഫലവും തുല്യമായാൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, എല്ലാ സംഖ്യകളും വരും. ഇനി നോക്കാം ഉത്തരം എന്തായിരിക്കും. ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. വലിയ പാടുള്ള കാര്യങ്ങളൊന്നുമല്ല. ആദ്യമേ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് തുടങ്ങുക, ഏറ്റവും തുടക്കത്തിൽ തുടങ്ങുക. അപ്പം തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകൾക്ക് നമുക്ക് നോക്കാം. 1, 2, 3 തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകൾ ഞാൻ എഴുതി. ഇവിടെ തുകയും ഗുണനഫലവും തുല്യമായി കഴിഞ്ഞാൽ ഗുണനഫലം തുല്യമായ സംഖ്യകൾ എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ എഴുതുന്നേ ഉള്ളൂ. അപ്പൊ 1 + 2 + 3. അപ്പൊ 1 + 2 + 3 1 × 2 × 3 തുല്യമായാൽ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഇതാണ് അല്ലെ? നമുക്ക് ശരിയാണ്. 2 + 3 3 × 3 3 + 3 എത്ര? 6 ആണ്. 1 × 2 2 × 3 അതും 6 ആണ്. രണ്ടും തുല്യമാണ്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള 3 എണ്ണൽ സംഖ്യകളുടെ തുകയും ഗുണനഫലവും തുല്യമായ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3. ഓക്കെ. അപ്പൊ നമ്മള് മുമ്പ് ചോദിച്ച പോലെ തന്നെ ഇത് ജനറൽ നോളജായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഗണിതത്തിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതും ചാൻസസ് ഉണ്ട് PSC പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നോക്കാം. ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് നമുക്ക് അറിയേണ്ട സംഭവമാണ്. ശാസ്ത്രശാഖ ഏതാ? ഗണിതശാസ്ത്രം. നമ്മൾ ഗണിതം പഠിക്കുമ്പോൾ ഗണിതശാസ്ത്രം തന്നെ ആണല്ലോ ഗണിത ശാസ്ത്രം. ഓക്കെ. ഇനി ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം. ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകത്തിന്റെ പേര് ദി എലമെന്റ്സ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ദി എലമെന്റ്സ്. ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകത്തിന്റെ പേര് ദി എലമെന്റ്സ്. ഇനി ഗണിതശാസ്ത്രത്തിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാൽ ഗണിതശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ ആരാണ്? കാൾ ഫെഡറിക് ഗോസ്. ഗണിതശാസ്ത്രത്തെ പറ്റി കൂടുതൽ പഠിച്ചു വന്ന വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞ വ്യക്തിയാണ്. അടുത്തത് ജ്യാമിതിയുടെ പിതാവ്. എല്ലാവർക്കും അറിയുന്നൊരു ചോദ്യമാണ്. ജ്യാമിതിയുടെ പിതാവ് യൂക്ലിഡ്. യൂക്ലിഡിനെയാണ് ജ്യാമിതിയുടെ പിതാവ് എന്ന് പറയുന്നത്. ഇനി ഇന്ത്യൻ യൂക്ലിഡ് എന്നറിയപ്പെടുന്ന ആര്? ഇന്ത്യൻ യൂക്ലിഡ് ഭാസ്കരാചാര്യൻ. ഓക്കെ. നമ്മള് അടുത്തൊരു മെയിൻ ഭാഗത്തിൽ കടക്കുകയാണ്. അടിസ്ഥാന ക്രിയകൾ. കണക്കെന്ന് പറയുന്ന സംഭവത്തിൽ അല്ലെങ്കിൽ ഗണിതം എന്ന വിഷയത്തില് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കാതെ ബാക്കി നമ്മൾ എന്ത് പഠിച്ചിട്ടും ഒരു കാര്യമില്ല. 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളെ സംഖ്യകൾ പഠിപ്പിച്ചു വരും. പഠിച്ചു വന്നതിന് ശേഷം നമുക്ക് ഉയർന്ന കുട്ടികൾക്ക് അധ്യാപകർക്ക് അനുഭവമുള്ള കാര്യമായിരിക്കും. ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം നേരിട്ടുള്ള കുട്ടികൾക്ക് പോലും ഇപ്പോഴും കൃത്യമായിട്ട് ഈ ക്രിയകൾ ചെയ്യാൻ അറിയില്ല. അത് ഏറ്റവും അടിസ്ഥാന കാലഘട്ടത്തിൽ അവർക്ക് അത് കൊടുക്കാത്തതിന്റെ ഏറ്റവും വലിയ പോരായ്മയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മത്സര പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി മുതൽ അങ്ങോട്ട് ഇത്തിരി ഡിഫിക്കൽട്ടീസ് കയറി വരും. കുഴപ്പമില്ല, നമ്മൾ മനസ്സിലാക്കി പഠിച്ച് എളുപ്പമാണ്. അടിസ്ഥാന ക്രിയകൾ ഏറ്റവും വരുന്നത് ചതുഷ്ക്രിയകളാണ്. ചതുഷ്ക്രിയകളിൽ നിന്ന് 4 ക്രിയ, 4 എണ്ണം: സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം. അറിയാവുന്ന കാര്യമാണ്. സങ്കലനത്തെ കൂട്ടുക, വ്യവകലനം കുറയ്ക്കുക, ഗുണനം ഗുണിക്കുക, ഹരണം ഹരിക്കുക. ഇനി ഇവ നമ്മള് കണക്കില് മത്സര പരീക്ഷയുടെ കണക്കിൽ പ്രത്യേകിച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ബോട്ട് മാസ് എന്നൊരു റൂളുണ്ട്. ബോട്ട് മാസ് റൂൾ എന്ന് പറയും. അപ്പൊ അതിനെപ്പറ്റി പഠിക്കാം. അതിനു മുമ്പ് നമുക്ക് ചിഹ്നങ്ങൾ വെച്ചിട്ടൊരു കാര്യമുണ്ട്. ചിഹ്നങ്ങളെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക്
ബോട്ട് മാസിലോട്ട് പോവാം. ആദ്യം നമുക്ക് ചിഹ്നങ്ങൾ എന്താണെന്നും ചിഹ്നങ്ങളിലോട്ട് എങ്ങനെ സംഖ്യകളിൽ ഈ ചിഹ്നങ്ങൾ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ഇപ്പം കൂട്ടുന്നത് നമുക്ക് 2 + 3 എന്നുള്ള സംഖ്യ കൂടാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം 2 + 3 കൂട്ടുന്ന വലിയ പാടുള്ള കാര്യമില്ല, ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ. പക്ഷേ -2 + 3 വന്നു കഴിഞ്ഞാൽ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാവാം. എല്ലാവർക്കും അല്ല, അറിയാവുന്നവർക്ക് അറിയാം, അറിഞ്ഞുകൂടാത്ത പലരും ഉണ്ട്. 100ൽ 30% പേർക്ക് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ചെയ്യാൻ അറിയത്തുള്ളൂ. ഇപ്പോഴും ഏറ്റവും സത്യമാണ്. അല്ലെങ്കിൽ ഇപ്പം -2 + -3 എന്ന് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ഇത് മൂന്നും അഡിഷൻ തന്നെയാണ്, കൂട്ടുക എന്നുള്ള ക്രിയ തന്നെയാണ് ഇവിടെ വരുന്നത്. ചിഹ്നങ്ങൾ മാറുന്നു, സംഖ്യയോട് ചേരുന്ന ചിഹ്നങ്ങൾ മാറുമ്പോഴത്തേക്കും ക്രിയയുടെ ഉത്തരവ് മാറും. അപ്പം അതിനെപ്പറ്റി മനസ്സിലാക്കാം. ഏറ്റവും ആദ്യം നമുക്ക് സങ്കലനത്തിലൂടെ തന്നെ പോകാം. അതിന് 2 റൂൾസ് പഠിക്കാം. അപ്പോ ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്ന റൂൾ ഇതാണ്: ഒരേ ചിഹ്നം കൂട്ടാൻ വന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം നൽകുക. നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഇവിടെ മുതൽ അങ്ങോട്ട് തെറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. എത്ര അറിയാന്ന് പറഞ്ഞ അഹങ്കാരം കാണിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഞാനൊക്കെ ഇഷ്ടംപോലെ തെറ്റിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്, അനുഭവം കൊണ്ടാണ് പറയുന്നത്. ഓക്കെ, ഒരേ ചിഹ്നങ്ങൾ കൂട്ടാൻ വന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം നൽകുക. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത്. ഒരേ ചിഹ്നം, ഇപ്പോ ഒരു സംഖ്യ 3 + 5 ഇവിടെ വന്നേക്കുന്നത് ഒരേ ചിഹ്നമാണെന്ന് ഞാൻ പറയാൻ പറ്റും. കാരണം 3ന്റെ ഈ സൈഡിൽ സംഖ്യകളൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ മൈനസ് കൊടുത്താൽ മാത്രമേ അത് -3 ആയിട്ട് മാറുന്നു, നെഗറ്റീവ് സംഖ്യയായിട്ട് മാറുന്നുള്ളൂ. ഇവിടെ ഇപ്പം ചിഹ്നങ്ങൾ കൊടുക്കാത്തതുകൊണ്ട് ഇതെന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് സംഖ്യക്ക് നമുക്കിവിടെ പോസിറ്റീവ് ഇടേണ്ട ആവശ്യമില്ല, അതായത് അധിക ചിഹ്നം നൽകേണ്ട ആവശ്യമില്ല. അധിക ചിഹ്നം നൽകിയെങ്കിൽ പോലും ഇതിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇതും പോസിറ്റീവ് ആണ്, ഇതിന്റെ ഇപ്പുറത്തുള്ളതും പോസിറ്റീവ് സംഖ്യയാണ്. മാത്രമല്ല നമുക്ക് പോസിറ്റീവ് എന്നും ഇങ്ങനെയും പറയാം, അല്ലാതെ ഈ പോസിറ്റീവിനെ എടുക്കുകയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പൊ എങ്ങനെയൊക്കെ പോയാലും ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടാൻ വന്നു. റൂൾ എന്താണ്? ഒരേ ചിഹ്നം തമ്മിൽ കൂട്ടാൻ വന്നാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം നൽകുക. സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം. 5 + 3 8. ചിഹ്നം എന്താണ്? പോസിറ്റീവ്. പോസിറ്റീവ് സംഖ്യക്ക് പോസിറ്റീവ് എന്ന് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. ഇങ്ങനെ എഴുതിയാലും ഉത്തരം ശരി തന്നെയാണ്. ഇനി ഇതേ ചിഹ്നം മാറി -3 + -5 എന്ന് വന്നു. ഇവിടെയും ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ കൂടാൻ വന്നത്. 3 എന്ന് പറയുന്നത് നെഗറ്റീവ് സംഖ്യയാണ്, സൈഡിലുള്ളത് വശത്തുള്ളത് എന്താണ്? നെഗറ്റീവ് ആണ്, മൈനസ് ആണ്. 5നും നെഗറ്റീവ് തന്നെയാണ്. അപ്പൊ രണ്ടും നെഗറ്റീവ് സംഖ്യകളാണ്. രണ്ടും ഒരേ ചിഹ്നമുള്ള സംഖ്യകൾ തന്നെയാണ്, തമ്മിൽ കൂട്ടാനാണ് വന്നേക്കുന്നത്. ഒരേ ചിഹ്നമുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ വന്നപ്പോഴത്തേക്ക് അവിടെ എന്ത് ചെയ്യാം? സംഖ്യകൾ തമ്മിൽ കൂട്ടുക. സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം, അതിന്റെ ചിഹ്നം ഏതാണ്? സംഖ്യയുടെ ചിഹ്നം നെഗറ്റീവ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിൾ ആണ്. ഒരേ ചിഹ്നം തമ്മിൽ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം നൽകുക. സംഖ്യകൾ തമ്മിൽ കൂട്ടുക, അതേ ചിഹ്നം നൽകുക. ഈ സംഭവം വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടി പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് വരും. നിങ്ങൾക്ക് PSC എക്സാംസ് ആണെങ്കിലും കേട്ടിട്ടാണെങ്കിലും LPSC ആണെങ്കിലും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്രിയകളുടെ ക്വസ്റ്റ്യന്റെ ഭാഗത്ത് നിന്ന് ചിഹ്നങ്ങൾ വെച്ചിട്ടുള്ള ചോദ്യം മസ്റ്റാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ബോട്ട് മാസ് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് മിക്കവാറും ഇത് കയറി വരും. ചിഹ്നങ്ങളുടെ വ്യത്യാസം കയറി വരും. ഗുണനവും ഹരണവും കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവും പോസിറ്റീവും കിടന്ന് കളിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. നമ്മളിപ്പം ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് വ്യത്യാസം. ഓക്കെ, അപ്പൊ ഒരേ ചിഹ്നം കൂട്ടാൻ വന്നതിൽ സംഖ്യ നമ്മൾ കൂട്ടിയിട്ട് അതേ ചിഹ്നം നൽകുക. ഓക്കെ, രണ്ടാമത്തെ റൂളാണ്: വ്യത്യസ്ത ചിഹ്നം കൂട്ടാൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം നൽകുക. വ്യത്യസ്ത ചിഹ്നം കൂട്ടാൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം നൽകുക. നോക്കാം വ്യത്യസ്ത ചിഹ്നങ്ങൾ. 3 + -5. 3ന്റെ ചിഹ്നം ഏതാണ്? പോസിറ്റീവ് ആണ്. അതായത് 3ന് ഇപ്പുറത്ത് ചിഹ്നം ഇട്ടില്ലെങ്കിൽ അതിനർത്ഥം സംഖ്യ പോസിറ്റീവ് സംഖ്യ എന്നാണ്. അതൊക്കെ ജസ്റ്റ് ഒരു ഉറപ്പിനുണ്ട്, ഇങ്ങനെ ചെയ്തുതരാം. ഇനി 5ന്റെ ചിഹ്നം നെഗറ്റീവ് തന്നെയാണ്, കൊടുത്തിട്ടുണ്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ്. ഉത്തരം എന്തായിരിക്കും? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 5ൽ നിന്ന് 3 കുറയ്ക്കുക 2. വലുതിന്റെ ചിഹ്നം മൈനസ്, ഉത്തരം -2. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്ത ചിഹ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് വെച്ചിട്ട് വലുതില്ല. അപ്പം എന്താണ്ട് വേറൊരു ക്വസ്റ്റ്യൻ: -10 + 8. -10 + 8. ഇതിൽ എന്താണ്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 10ൽ നിന്ന്
8 കുറയ്ക്കുക 2, വലുത് ചിഹ്നം മൈനസ്. ക്ലിയർ ആണല്ലോ? ഒന്നുമില്ല, നേരത്തെ ഒരേ ചിഹ്നം തമ്മിൽ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം നൽകുക. അപ്പൊ മൈനസ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് നൽകുക, പ്ലസ് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് നൽകുക. വ്യത്യസ്ത ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം നൽകുക. ഇത്രയേ ഉള്ളൂ. ക്രിയ സങ്കലനത്തിനുള്ളത് നോക്കി, ഒരേ ചിഹ്നങ്ങൾ നോക്കി, വ്യത്യസ്ത ചിഹ്നങ്ങൾ നോക്കി. ഇനി വ്യവകലനം ചെയ്യുമ്പോൾ നമ്മളൊരു സംഭവം അറിയണം, സങ്കലന വിപരീതം എന്നൊരു സംഭവം അറിയണം. സങ്കലന വിപരീതം എന്ന സംഭവത്തെ പറ്റി മനസ്സിലാക്കിയാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ അറിയാവുന്ന സംഭവമാണെങ്കിൽ ഇതിന്റെ പേരുകൾ അറിയത്തില്ല എന്താണെന്നുള്ളത്. ഓക്കെ, നോക്കാം. സങ്കലന വിപരീതം. അപ്പം വ്യത്യസ്ത സംഖ്യകൾ തമ്മിൽ കുറയ്ക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാല് സങ്കലന വിപരീതം കണ്ടെത്തിട്ട് കൂട്ടിയാൽ മതി. അപ്പം സങ്കലന വിപരീതം എന്ന് വെച്ചാൽ എന്താ? ഇപ്പം 13 എന്ന് പറയുന്ന സംഖ്യയുടെ സങ്കലന വിപരീതം എന്ന് പറയുന്നത് -13 ആയിരിക്കും. അല്ലെങ്കിൽ -15 എന്ന് പറയുന്ന സംഖ്യയുടെ സങ്കലന വിപരീതം എന്ന് പറയുന്നത് 15 ആയിരിക്കും. മനസ്സിലായോ? സങ്കലന വിപരീതം എന്നുള്ളത് അതിന്റെ ചിഹ്നം മാറ്റുക, അത്രേ ഉള്ളൂ. ചിഹ്നം മാറ്റുക, ചിഹ്നം മാറ്റി കൂട്ടുമ്പോഴാണ് ഉത്തരം കിട്ടുന്നത് വ്യവകലനത്തിന്റെ ഭാഗത്ത്. ഓക്കെ, അടുത്തത് വ്യവകലനമാണ്. ഒരു സംഖ്യയിൽ നിന്നും മറ്റൊരു സംഖ്യ കുറയ്ക്കാനുള്ള സംഖ്യയുടെ സങ്കലന വിപരീതം കൂട്ടിയാൽ മതി. ഒരു സംഖ്യയിൽ നിന്നും മറ്റൊരു സംഖ്യ കുറയ്ക്കാനുള്ള സംഖ്യയുടെ സങ്കലന വിപരീതം കൂട്ടിയാൽ മതി. കണക്കിന് മനസ്സിലാവും. അപ്പം +13 -+12 എന്നുള്ള സംഖ്യ. ഓക്കെ, ഈ സംഖ്യയുടെ ഉത്തരം നമുക്കറിയാം. ഇനി ഇത് ചെയ്യുന്ന നോക്കാം. +13 കുറയ്ക്കാനുള്ള സംഖ്യ 12. 12ന്റെ സങ്കലന വിപരീതം ചിഹ്നം മാറ്റുക. ഓക്കെ, അപ്പോ +13 -12. ഓക്കെ, ഇനി ഇത്ര നോക്ക്. വ്യത്യസ്ത ചിഹ്നങ്ങൾ പ്ലസ് മൈനസ്. ഈ മൈനസിന്റെ പ്ലസ് ആണെന്നറിയാമല്ലോ. സങ്കലന വിപരീതം കണ്ടെത്തി, സങ്കലന വിപരീതമാണ് -12 കണ്ടെത്തി കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. കുറയ്ക്കാൻ വേണ്ടിയിട്ട് സങ്കലന വിപരീതം കണ്ടെത്തി കൂട്ടിയാൽ മതി. അങ്ങനെയാണ് ഈ മൈനസ് പ്ലസ് ആയിട്ട് മാറിയത്. ഓക്കെ, അങ്ങനെ -12 പ്ലസ് നോക്കാം. 13 പ്ലസ് ആണ്, 12 മൈനസ് ആണ്. വ്യത്യസ്ത ചിഹ്നങ്ങൾ കൂട്ടാൻ പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ച മുമ്പ്? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 13 നിന്ന് 12 കുറച്ചിട്ട് 1, വലുതെന്താണ്? പ്ലസ് ആണ്. +1 എന്ന് പറഞ്ഞാലും 1 എന്ന് പറഞ്ഞാലും ഉത്തരം തുല്യമാണ്. ഇത് എല്ലാവരും ഇത് എളുപ്പമുള്ള കാര്യമല്ലേ, വലിയ പാടൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് തന്നെ നമുക്ക് തിരിച്ചൊന്ന് ചെയ്തു നോക്കാം. നെഗറ്റീവിന്റെ കേസിലൊന്ന് ചെയ്തു നോക്കാം. -18 -+14. ഇപ്പോ വലിയ സംഖ്യ നെഗറ്റീവും ചെറിയ സംഖ്യ പോസിറ്റീവുമാണ്. ഇവിടെ നമ്മൾ ചെയ്ത സെയിം മെത്തേഡിൽ അപ്ലൈ ചെയ്യാണ്. കുറയ്ക്കാനുള്ള സംഖ്യയുടെ സങ്കലന വിപരീതം കണ്ടെത്തി കൂട്ടുന്നു. -18 കണ്ടെത്തി കൂട്ടുക എന്നുള്ളതാണ്. അപ്പം 14 എന്താണ്? +14 ഇവിടെ വരുമ്പം -14 ആയി. സങ്കലന വിപരീതം കണ്ടെത്തി കൂട്ടുക. ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ കൂട്ടി അതേ ചിഹ്നം നൽകുക. 8 4 12 2 ശിഷ്ടം 1 1 1 2 1 3. അവ തമ്മിൽ കൂട്ടി അതേ ചിഹ്നം നൽകുക -12. കാണുമ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണിത്. ബോർഡ് മാസ് പരീക്ഷയ്ക്ക് സമയം കുറവായത് നിങ്ങൾ ചെയ്തു പോകുമ്പോ 100% ഉറപ്പിച്ചോളൂ, മിക്കവർക്കും തെറ്റുന്ന ഉത്തരം അശ്രദ്ധപൂർവ്വം തെറ്റിപ്പോകുന്ന ഒരു ഭാഗമാണിത്. ഈ 2 ഭാഗങ്ങൾ, കൂട്ടുന്നതിൻ്റെതും കുറയ്ക്കുന്നതിൻ്റെതും, ഈ മൊത്തത്തിലുള്ള 4 സെക്ഷൻസ് നിങ്ങളൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ബോർഡ് മാസ് പഠിച്ചൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ബേസ് ഉറപ്പിക്കുക. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ഇട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആകത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇത് ക്ലിയർ ആക്കുക. ഇത് ക്ലിയർ ആക്കിയിട്ട് അടുത്തോട്ട് പോകുന്നത് ഏറ്റവും ബേസ് ഉറപ്പിച്ചിട്ട് ബാക്കി പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള എളുപ്പമായിരിക്കും. അല്ലാതെ തുടക്കം ഉറപ്പിക്കാതെ നിങ്ങൾ ചാടി കയറി വലിയ കണക്കുകളൊക്കെ ചെയ്യാണ്ട് നോക്കി കഴിഞ്ഞാൽ അതും തെറ്റും, ഉള്ള സമയം വേസ്റ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് പെതുക്കെ പോവുക, ഓരോ പടി കയറി പോവുക. അല്ലാതെ ആദ്യമേ തന്നെ പറന്നു പോകാൻ ശ്രമിക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം.
നമ്മൾ സങ്കലനം നോക്കി വ്യവകലനം നോക്കി ഗുണനമാണ് എടുത്തത്. ഒരേ ചിഹ്നം തമ്മിൽ ഗുണിക്കാൻ ഗുണിച്ചിട്ട് പോസിറ്റീവ് ചിഹ്നവും വ്യത്യസ്ത ചിഹ്നം തമ്മിൽ ഗുണിക്കാൻ ഗുണിച്ചിട്ട് നെഗറ്റീവ് ചിഹ്നവും നൽകുക. വളരെ ഇമ്പോർട്ടന്റ് മനസ്സിലാക്കേണ്ട സംഭവങ്ങളാണ് പോസിറ്റീവ് നെഗറ്റീവ്. ഒരേ ചിഹ്നം തമ്മിൽ ഗുണിക്കാൻ വരുന്നു. ഇപ്പൊ നോക്കാം ഓരോ ചിഹ്നങ്ങളുടെ ഗുണം നമ്മൾ നോക്കാം. ഓരോ ചിഹ്നങ്ങൾ ഇപ്പം +2 ഗുണം +3 ഉത്തരം എന്തായിരിക്കും? ഒരേ ചിഹ്നങ്ങളാണുള്ളത്. ഒരേ ചിഹ്നം ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ ഗുണിക്കുക. 2 × 3 എത്ര? 6 ആണ്. ഗുണിച്ചിട്ട് അതേ ചിഹ്നം +6 എഴുതിയാലും ശരി തന്നെയാണ്, 6 എഴുതിയാലും ശരി തന്നെയാണ്. ഓക്കെ. -2 × -3 ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന സിമ്പിളായിട്ട് പറഞ്ഞിരുന്നത്, ഏറ്റവും ചെറിയത് വെച്ച് പറഞ്ഞിരുന്നത്. അപ്പോ നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വന്നപ്പോഴത്തേക്കും അവ തമ്മിൽ ഗുണിക്കുക. ഉത്തരം തന്നെയാണ് 6 തന്നെയാണ്. ചിഹ്നം പക്ഷെ എന്താണ്? അവ തമ്മിൽ ഗുണിച്ചിട്ട് പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല. കൂട്ടുമ്പോഴാണ് ചിഹ്നം നെഗറ്റീവ് വരുന്നത്. ഇവിടെ എന്താണ്? പോസിറ്റീവാണ്. -× എപ്പോഴും പ്ലസ് ആണ്. ഇത് തെറ്റിപ്പോകരുത്. ഈ ചെയ്ത കാര്യം ഇത് കൂട്ടുന്നതും ഗുണിക്കുന്നതും വെച്ചിട്ട് മാറിപ്പോവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാലും ഒരേ ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിപ്പം പ്ലസ് ആയാലും ശരി മൈനസ് ആയാലും ശരി ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഗുണിച്ചിട്ട് പോസിറ്റീവ് ചിഹ്നം നൽകുക. കൂട്ടുന്നിടത്ത് എങ്ങനെയായിരുന്നു? ഒരേ തമ്മിൽ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ അവ തമ്മിൽ കൂട്ടിയിട്ട് അതേ ചിഹ്നം നൽകുക. വ്യത്യസ്ത ചിഹ്നം തമ്മിൽ കൂട്ടാൻ വന്നു കഴിഞ്ഞാൽ വലുതും ചെറുത് വെച്ചിട്ട് വലുത് ചിഹ്നം കൊടുക്കുക. 4 × -5 വ്യത്യസ്ത ചിഹ്നങ്ങളുമായി ഗുണിക്കാൻ വന്നത് ഇവിടെ എന്താ? +4 ആണ് സംഖ്യ, ഇത് +-5 ആണ്. വ്യത്യസ്ത ചിഹ്നം ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഗുണിച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം നൽകുക. ഗുണിക്കുക എന്താ? 5 × 4 എത്രയാണ്? 20 ആണ്. ഗുണിച്ചിട്ട് നെഗറ്റീവ് നൽകുക -20. ഇനി തിരിച്ചിവിടെ കൊടുക്കാം. ഇവിടെ -4 ഗുണം 5 +5 ആണെങ്കിലും ഉത്തരം എങ്ങനെയാണ് വരുന്നത്? അവ തമ്മിൽ ഗുണിച്ചിട്ട് നെഗറ്റീവ് നൽകുക. അപ്പോ ഒരേ ചിഹ്നം തമ്മിൽ ഗുണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഗുണിച്ചിട്ട് പോസിറ്റീവ് ചിഹ്നവും വ്യത്യസ്ത ചിഹ്നങ്ങളാകുമ്പോഴത്തേക്കും ഗുണിച്ചിട്ട് നെഗറ്റീവ് ചിഹ്നം നൽകുക. ഇതേ സെയിം പ്രസ്തുത തന്നെയാണ് നമ്മൾ എവിടെയും നോക്കുന്നത്? ഹരണത്തിലും വരുന്നത്. ഗുണനത്തിനും ഹരണത്തിനും ചിഹ്നങ്ങളുടെ രീതി ഒരേപോലെയാണ്. ഇതോടുകൂടി ചിഹ്നങ്ങളുടെ പോർഷൻസ് ക്ലിയർ ആയി. ഇത് ഇത്രയും മാത്രമാണ് ചിഹ്നങ്ങൾ. പക്ഷെ ഒഴിച്ചുകൂടാനാത്ത ഭാഗമാണ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ കണക്കിലെ ക്രിയകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ, നല്ല രീതിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മനസ്സിലാക്കാതെ കണക്കിലെ ക്രിയകൾ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. തമാശയായിട്ട് വിചാരിക്കരുത്. സിമ്പിൾ ആണെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യരുത്. എല്ലാവരും ചെയ്യുന്നതാണ് വളരെ എളുപ്പമില്ലെന്ന് കളഞ്ഞിട്ട് പോകും. പക്ഷെ തെറ്റിപ്പോവാതിരിക്കണമെങ്കിൽ ചെയ്തു പഠിക്കുക. കണക്ക് ചെയ്തു പഠിക്കാതെ ഒരു കാര്യവുമില്ല. 1672 നിന്നും എത്ര കുറച്ചാൽ 17 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും? നമ്മൾ ഇത്രനേരം പഠിച്ച ചിഹ്നങ്ങളും ക്രിയകളും സംഖ്യകളും എല്ലാം വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പൊ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുൻപേ ചെയ്ത് ശീലിക്കണം. ചെയ്ത് ശീലിക്കാത്ത ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ പേടിച്ച് അറച്ചിരിക്കും. അങ്ങനെ ഉണ്ടായിരിക്കണമെങ്കിൽ മുൻപേ നമ്മൾ ചെയ്ത് ശീലിക്കുക. അപ്പം ക്വസ്റ്റ്യൻസ് നോക്കാം. 1672 നിന്നും എത്ര കുറച്ചാൽ 17 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും? കുറയ്ക്കുന്നതും വന്നിട്ടുണ്ട്, ഹരിക്കുന്നതും വന്നിട്ടുണ്ട്. നമുക്കത് കൺഫ്യൂഷൻ ആവരുത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷനൊക്കെ മാറ്റിയിട്ടേക്കാം. ഓക്കെ വേണ്ടപ്പോഴത്തേക്ക് അപ്പൊ നമുക്ക് നോക്കാം. ഏതോ ഒരു സംഖ്യയോട് കുറച്ചു കഴിഞ്ഞാൽ 17 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നു പറയുന്നു. അപ്പൊ നമുക്ക് ഹരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റണം. അപ്പൊ ഹരിച്ചു നോക്കാം ആദ്യമേ. അപ്പോ ക്ലിയർ ആവും. നോക്കാം. 1672 17 കൊണ്ട് ഹരിക്കുക. 17 16 എത്തില്ല. അപ്പൊ 167 നമ്മൾ എടുത്തു. 167 ലോജിക്ക് ചിന്തിച്ച് ഹരിക്കുകയും കുടിക്കുകയും എല്ലാം ചെയ്യാവുള്ളൂ. 167 17 10 വരുമ്പോഴത്തേക്കും എത്ര? 170 അല്ലേ? അപ്പൊ 9 ഇട്ട് നോക്കാം. 17 ഗുണം 9 963 3 ശിഷ്ടം 6 1 9 9 9 6 15 അല്ലേ? സിമ്പിൾ ആയിട്ട് വന്നല്ലോ. ഒരു കുഴപ്പമൊന്നുമില്ല. 10 വരുമ്പോൾ 170 വരും. 9 വന്നപ്പോഴത്തേക്കും 153 വന്നു. ഓക്കെ. ഇനി 7 3 പോയപ്പം 4 6 5 പോയപ്പം 1 0 2 താത്രയ്ക്ക്. ഓക്കെ. ഇനി 17 142 എത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 17 9 153 140 തൊട്ടടുത്ത സംഖ്യയില്ലേ? അപ്പൊ നമുക്ക് 8 തന്നെ നോക്കാം.
17 ഗുണം 8, 8 56 ശിഷ്ടം 5 8 8 5 13 136. നോക്കാം. 8 വന്നു, 136 വന്നു. 142 136 ഒക്കെ എത്രയാണ്? 36 6 കൂട്ടുമ്പോഴേ 12 42. അപ്പൊ 6. ഇനി ചെയ്തു പോകണമെങ്കിൽ ഇവിടെ പോയിന്റ് 2 വരും. നമുക്ക് ചെയ്തു പോകേണ്ട ആവശ്യവുമില്ല. അത് പറഞ്ഞ നിശേഷം ഹരിക്കാൻ പറ്റണം. 1672 നിന്നും എത്ര കുറച്ചാൽ 6 കുറച്ചാൽ പോരെ? 1672 നമ്മൾ 6 എന്ന് പറഞ്ഞാൽ പോരെ. അപ്പം ഇവിടെ സംഖ്യ 6 പോയ എത്ര ആയിരുന്നേ? അപ്പം 1666 ആണ് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ. ഇനി 18 നോക്കാം. സെയിം തന്നെ 9 153 വന്നു. ശിഷ്ടം എത്രയാണ്? 3 വരും. ഇവിടുത്തെ വരും 1 വരും 6 വരും. ഓക്കെ, ഇതാണ്ടേ 8 136. നിശേഷം ഹരിക്കാൻ പറ്റിയില്ലേ? മനസ്സിലായോ? ലോജിക്ക് മനസ്സിലായോ? ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ചെയ്തങ്ങ് നോക്കുക. പറഞ്ഞിരിക്കുന്ന ക്രിയ എന്താണോ അത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോഴത്തേക്കും 1672 നിശേഷം ഹരിക്കാൻ പറ്റണം. അപ്പൊ ഹരിച്ചു നോക്കുക. ഹരിച്ചു നോക്കുമ്പോൾ ശിഷ്ടം നമുക്ക് 6 വന്നു. 6 വരുമ്പോഴത്തേക്കും ഈ സംഖ്യയാണ് അധികം വരുന്നത്. നിശേഷം ഹരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇവിടെ. ഈ ക്രിയ ചെയ്യുമ്പോൾ നിശേഷം ഹരിക്കാൻ പറ്റില്ല. അപ്പൊ 6 അധികം വരുന്നു. അപ്പൊ ഈ അധികം വരുന്ന സംഖ്യയെ ഇവിടെ കുറച്ചാൽ പോരെ. ക്വസ്റ്റ്യൻ നോക്കൂ. 1672 നിന്നും എത്ര കുറച്ചാൽ 17 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കും? 1672 നിന്നും നമ്മൾ 6 കുറച്ചാൽ 1600 കിട്ടും. അതിനെ നമുക്ക് നിശേഷം ഹരിക്കാൻ പറ്റും 17. അപ്പൊ ഉത്തരം എന്താണ്? ബി. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ലോജിക്കലി മനസ്സിലാക്കണം. മാത്സ് ചെയ്യുമ്പോൾ യുക്തി ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റൂ. കാണാതെ പഠിച്ചതുകൊണ്ട് കാര്യം മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. നിയമങ്ങൾ മനസ്സിലാക്കുക, റൂൾസ് മനസ്സിലാക്കുക, ആവർത്തിച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ 2010 എത്ര കൂട്ടിയാൽ അതിനെ 19 കൊണ്ട് നിശേഷം ഹരിക്കാം. ക്വസ്റ്റ്യൻ കണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. 2010 എത്ര കൂട്ടിയാൽ 19 കൊണ്ട് ഹരിക്കാമെന്നാണ്. അപ്പൊ നമുക്ക് അതിനെ ഹരിച്ചു നോക്കാം. 2010 19 കൊണ്ട് ഹരിക്കുക. 1 19 19 ശിഷ്ടം 1 നമ്മൾ താത്തിറക്കുന്നു. 11 11നെക്കാട്ടി വലുതാണ് 19. അപ്പം അടങ്ങൂല. 0 താത്തിറക്കുന്നു, 0 കൊടുക്കുന്നു. ഒരു ദശാംശം കൊടുക്കുക വേണം. ഓക്കെ. ഇനി 110 19 എങ്ങനെ വരും നോക്കാം. 19 ഗുണം 4 ഇട്ട് നോക്കാം. 9 36 6 ഇഷ്ടം 3 4 3 7. അത് അടങ്ങൂല. അപ്പോ 5 ഇട്ട് നോക്കാം. 9 5 45 9 5 45 5 ശിഷ്ടം 4 1 5 4 9 95 വന്നു. 95 ഏകദേശം അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി 19 ഗുണം 6 കൂടെ നോക്കാം. 6 9 54 4 5 6 6 5 11 114. അപ്പൊ ഇത് അധികമായി പോകുന്നു. അപ്പം 95 എടുക്കാം. എത്രയാണ്? 5 19 95 95 110 95 ആകുമ്പോൾ എത്ര കിട്ടും? 15. അപ്പൊ നമ്മൾ നേരത്തെ കിട്ടിയ കണക്ക് കുറച്ചപ്പോ കിട്ടിയ സംഖ്യ അല്ല ചെയ്യേണ്ടത്. ഇവിടെ ചെയ്യേണ്ടത് 2010 എത്ര കൂട്ടിയാൽ അതിനെ 19 കൊണ്ട് നിശേഷം ഹരിക്കാം. നിശേഷം ഹരിക്കുന്ന സംഖ്യ കിട്ടണമെന്നുണ്ടെങ്കിൽ ശിഷ്ടത്തെ കുറയ്ക്കുക. 19 നിന്നും 19 കൊണ്ടല്ലേ നമുക്ക് ഹരിക്കേണ്ടത് നിശേഷം. 19 നിന്നും ശിഷ്ടം കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നു? 19 15 4. അപ്പോ 2010 എത്ര കൂട്ടിയാൽ എന്നാണ് ചോദ്യം. കുറച്ചതിനാണ് നമ്മൾ നേരത്തെ ശിഷ്ടം എടുത്തെഴുതിയത്. ഇവിടെ കൂട്ടിയാൽ അപ്പൊ 2010 നമുക്ക് 4 കൂട്ടാം. 2014 എന്ന സംഖ്യ ആണെങ്കിൽ മാത്രം നമുക്ക് 19 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും. 19 ഒരു 19 ഇഷ്ടം 1 1 4 അത്രക്ക് 0 കൊടുത്തു. 114 നമ്മൾ 6 മുമ്പ് ചെയ്തിട്ടേക്കാണ്. അപ്പൊ 106
14. ഇപ്പൊ നിശേഷം ഹരിക്കപ്പെട്ടു. 0 തന്നെ ബാലൻസ് വരുന്നത്. ഇത് മനസ്സിലാകുന്നുണ്ടോ? ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാതെ എടുത്തടി ചെയ്യരുത്. വായിച്ച് മനസ്സിലാക്കുക. വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ചെയ്യുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. നമുക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ ലിങ്കിൽ തരാം. പിന്നെ ഇന്ന് പഠിപ്പിച്ചത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീകോൾ ചെയ്തു. അതിനുശേഷം ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ക്രിയകൾ, സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം, 4 ക്രിയകൾ പഠിച്ചു. ആ ക്രിയകളിൽ ചിഹ്നങ്ങളുടെ ആപ്ലിക്കേഷനുകൾ, ഒരേ ചിഹ്നങ്ങൾ വന്നാൽ എങ്ങനെ കൂട്ടാം, എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ഗുണിക്കാം, എങ്ങനെ ഹരിക്കാം, അതേപോലെ വ്യത്യസ്തങ്ങൾ വന്നാൽ എങ്ങനെ കൂട്ടാം, എങ്ങനെ ഗുണിക്കാം, കുറയ്ക്കാം, ഹരിക്കാം, അത് പഠിച്ചു. അവയുടെ 2 പ്രവർത്തനങ്ങൾ നോക്കി. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് ഇഷ്ടംപോലെ ചാനൽസ് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് നമുക്ക് സമയം കളയുന്നില്ല. പകരം തിയറി എന്തെന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിനു ശേഷം പ്രോബ്ലംസ് സ്വന്തമായിട്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതല്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം, സെറ്റ് ചെയ്ത് തരാം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേക ക്ലാസ് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ തിയറി ക്ലാസ്സുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്ക് ഉപകാരപ്രദം വിധം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു സെക്ഷനായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. എല്ലാവർക്കും വിജയാശംസകൾ. നമസ്കാരം. എൻ്റെ ഒരു ക്യൂൽസ് എന്നാണ്. ധനുസ് അക്കാഡമി യൂട്യൂബിൽ നടത്തുന്ന ക്ലാസ്സസ് ആണ് കൊടുത്തേക്കുന്നത്. കേരള PSC, UPSC, LPSC, UPSC, കേഡറ്റ്, സീഡറ്റ്, DLED ക്ലാസ്സസ് 1 to 12 സ്റ്റേറ്റ്, എഡ്യൂക്കേഷൻ ആൻഡ് ജോബ് വീഡിയോസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസപരമായിട്ടും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാസ്സുകൾ, നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിലുള്ള ക്ലാസ്സുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊരു കൂടെ ടീമുണ്ട്. ടീം വർക്കിന്റെ ഫലത്തിലാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അറിയേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്ട്രാ ക്ലാസ്സുകൾ ആവശ്യമുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞങ്ങൾ ചെയ്തിരുന്നത്. ഇപ്പോൾ അടുത്ത മാസം LPSA എക്സാം വരുന്നതുകൊണ്ടും കേട്ടിട്ട് വൈകാതെ വിളിക്കുന്നുള്ളതുകൊണ്ടും അതിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ ഇടുന്നത്. വൈകാതെ തന്നെ UPSCക്കുള്ളതും ബാക്കിയുള്ള സീറ്ററ്റ്, DLEDന്റെ S3 എക്സാം, അങ്ങനെ മുതലായിട്ട് ഇനി വരുന്ന ക്ലാസ്സിന് ആവശ്യമുള്ള എക്സാംസിനും ക്ലാസ്സസിനും വേണ്ടിയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാകും. ഞങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അത് തിരുത്തി അടുത്ത വീഡിയോയിൽ അത് മെച്ചപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സഹായകരമാവുകയും ചെയ്യും. എന്തായാലും ഞങ്ങൾക്കുള്ള അറിവ് വളരെ പരിമിതമാണ്. ആ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങൾ തെറ്റുകൾ തിരുത്തി ഞങ്ങൾക്ക് മെച്ചപ്പെടാനും ഇത്തരത്തിലുള്ളൊരു ചാനൽ കൊണ്ടും നിങ്ങളുടെ കൂട്ടായ സഹകരണം കൊണ്ടും സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.